വീണ്ടും ഒരു സ്വർഗാരോപണ പെരുന്നാൾ ദിനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. ദൈവമാതാവിന്റെ സ്വർഗാരോപണം ഓഗസ്റ്റ് 15. പ്രിയമുള്ളവരെ, സ്ത്രീകളിൽ അനുഗ്രഹീതയും സ്ത്രീലോക രാജ്ഞിയുമായ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ ദിനത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിനും നാം ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും പ്രത്യേകം നന്ദിയുള്ളവരാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം യോഹന്നാൻ 19:25 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങളാണ്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ തിരുവചന ഭാഗത്തിന്റെ വാച്യാർത്ഥം വളരെ വ്യക്തമാണ്. അതായത്, കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന അവസാന നിമിഷത്തിലും അവൻ തന്റെ പ്രിയ ശിഷ്യനെയും അമ്മയെയും ഓർത്തു. അവിടുന്ന് തന്റെ അമ്മയെ അവന് നൽകി, ഇതാ നിന്റെ അമ്മ. എന്നിട്ട് അമ്മയെ ഇപ്രകാരം ചുമതലപ്പെടുത്തുകയും ചെയ്തു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. തന്റെ അമ്മയെ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും ആരുമില്ലാതെ വരരുതെന്ന് യേശു ആഗ്രഹിച്ചു. ആ ചുമതല പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു. എന്നാൽ യേശുവിന്റെ ഈ അന്തിമ വചസ്സുകളുടെ അർത്ഥം യഥാർത്ഥത്തിൽ ഇതാണോ? യേശു തന്റെ അമ്മയെയും പ്രിയ ശിഷ്യനെയും കുറിച്ചാണോ ഇപ്രകാരം പറഞ്ഞത്? ഈ തിരുവചനത്തിന് വലിയ അന്തരാർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാൻ മത്തായി 12:48 മുതൽ 50 യേശുവിന്റെ തന്നെ വാക്കുകളും അതിന്റെ വെളിച്ചത്തിൽ കുരിശിലെ യേശുവിന്റെ അന്തിമ വചസ്സുകളും നമുക്ക് പരിശോധിക്കാം. യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നിരുന്നു. ഇക്കാര്യം ഒരുവൻ യേശുവിനോട് പറഞ്ഞപ്പോൾ, ആരാണ് എന്റെ അമ്മ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതായത്, ദൈവതിരുഹിതം നിറവേറ്റുന്ന ക്രിസ്തു ശിഷ്യർ അഥവാ ദൈവജനമാണ് യേശുവിന്റെ അമ്മ, അതായത് സഭാസമൂഹം. യേശുവിനെ ലോകത്തിന് നൽകിയ മറിയം ദൈവമാതാവാണ്. മറിയം സഭയുടെ പ്രതീകമാണ്. ദൈവതിരുഹിതം നിറവേറ്റുന്ന ദൈവജനത്തിലൂടെയും യേശുവിനെ ലോകത്തിന് നൽകപ്പെടുന്നു. ഈ അർത്ഥത്തിലാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർ യേശുവിന്റെ അമ്മയാകുന്നത്. സഭാസമൂഹത്തിൽ അഥവാ സഭാമാതാവിന്റെ മടിത്തട്ടിലാണ് നാം ഓരോരുത്തരും ജനിച്ചു വീഴുന്നതും പാലുറ്റി വളർത്തപ്പെടുന്നതും. അതിനാൽ നമുക്ക് ആത്മീയമായി ജന്മം തന്നു വളർത്തി പരിപോഷിപ്പിക്കുന്ന സഭാമാതാവിനെ സംരക്ഷിക്കേണ്ടത് പ്രായപൂർത്തിയായ ഓരോ വിശ്വാസിയുടെയും ചുമതലയാണ്. ഇത് രക്ഷാകര ദൗത്യത്തിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ നിന്ന പ്രിയ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം തിരുസഭാ മാതാവിനെ സംരക്ഷിക്കാനുള്ള ചുമതല പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു എന്നാണ്. അതായത്, പുത്രസഹജമായ സ്നേഹത്തോടെ സഭാമാതാവിനെ സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും പ്രിയ ശിഷ്യരുടെ ചുമതലയാണ്. പെറ്റമ്മയേക്കാൾ സഭാമാതാവിനെ സ്നേഹിക്കുകയും സഭ ഐക്യത്തിനും സഭയുടെ വ്യാപ്തിക്കും വേണ്ടി ഒരുപോലെ യത്നിച്ച് അതിനുവേണ്ടി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച് താപസ ജീവിതം നയിച്ച ഒരു യഥാർത്ഥ മിഷണറിയാണ്. പിതാവിന്റെ ഈ വാക്കുകൾ പിതാവിന്റെ ജീവിതത്തിലൂടെ പിതാവ് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ യേശു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത് തിരുസഭാ മാതാവിനെയാണ് പ്രതീകാത്മകമായി അർത്ഥമാക്കുന്നത്. സഭ ഒരേ സമയം ക്രിസ്തുവിന്റെ ശരീരവും രക്ഷയുടെ കൂദാശയും അമ്മയും മണവാട്ടിയുമാണ്. അതിനാൽ താൻ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നുവോ ആ തിരുസഭയെ സംരക്ഷിക്കുകയും പണിതുയർത്തുകയും സഭയിലൂടെയുള്ള രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന ധർമ്മമാണ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്തെ തന്റെ അന്തിമ വചസ്സിലൂടെ കുരിശിൻ ചുവട്ടിൽ നിന്ന പ്രിയ ശിഷ്യനും അമ്മയും വഴി നമ്മിലേക്ക് കൈമാറുന്നത്. പ്രിയ ശിഷ്യനോ അമ്മയ്ക്കോ യേശു സഭയിൽ പ്രത്യേകം അധികാരമൊന്നും നൽകിയിരുന്നില്ല. പകരം കുരിശിലെ അന്തിമ വചസ്സുകളിലൂടെ വലിയ സ്നേഹ സമ്മാനമാണ് നൽകിയത്. അത് വലിയൊരു ദൗത്യം നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം. യേശു സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയും യോഹന്നാനും തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയ സ്നേഹ സമ്മാനമാണ് സ്വർഗാരോപണം.
പ്രിയ ശിഷ്യന് നൽകിയ സ്നേഹ സമ്മാനമാണ് വെളിപാട് പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ദൈവിക വെളിപാടുകൾ. വളരെ പ്രത്യേകിച്ച് സഭയുടെയും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെയും പൂർത്തീകരണമായ പുതിയ ജെറുസലേമിനെ കുറിച്ചുള്ള വിവരണം. വെളിപാട് 21 പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച സ്വർഗാരോപണമെന്ന സ്വർഗീയ സമ്മാനവും പരിശുദ്ധ അമ്മയുടെ രക്ഷാകര ദൗത്യത്തിലുള്ള പങ്കാളിത്തം പൂർത്തീകരിക്കുന്ന ഒന്നാണ്. പരിശുദ്ധ അമ്മയെ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തത് പാപം മൂലം മരണത്തിന് അധീനനായ മനുഷ്യനെ പുനരുദ്ധരിക്കുന്നതിന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്ഷണീയ വ്യാപാരത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്റെ സഹകരണം ആവശ്യമായതിനാലാണ്. മനുഷ്യകുലത്തിന്റെ മുഴുവൻ പ്രതിനിധി അഥവാ ദൈവജനത്തിന്റെ മുഴുവൻ പ്രതിനിധി എന്ന നിലയിലാണ് വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അർത്ഥതലങ്ങൾ ശരിയായി മനസ്സിലാക്കി ഹൃദയത്തിൽ സംഗ്രഹിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും നിരന്തരം ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ കുറവുകളെ അമ്മയുടെ നിറവാൽ നികത്തി നമുക്കും സഭയോട് ചേർന്ന് നിന്ന് നമ്മുടെ കർത്താവിന്റെ രക്ഷണീയ വ്യാപാരത്തിൽ പങ്കുചേരാം. കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ സഭാത്മകതയെക്കുറിച്ചുള്ള പല തലങ്ങൾ എടുത്തുകാട്ടി. അതുപോലെ അമ്മയ്ക്ക് രക്ഷാകര ദൗത്യത്തിലുള്ള പങ്കാളിത്തവും രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കുന്നതിലും സഭയുടെ രക്ഷാകര ദൗത്യത്തിൽ ഉൾച്ചേരുന്നതിലും ഉള്ള അമ്മയുടെ ഉത്തരവാദിത്വത്തെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു വലിയ ഉത്തരവാദിത്വം തിരിച്ചറിവോടെ നിറവേറ്റാൻ നാം കടപ്പെട്ടിരിക്കും. സുവിശേഷം സ്വീകരിക്കുന്നതിലും അത് പങ്കുവയ്ക്കുന്നതിലുമുള്ള ആനന്ദവും തിടുക്കവും നമ്മുടെ കർത്താവിന്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ആത്മമിത്രങ്ങൾ, അവിടുത്തെ സ്വപ്നം അഥവാ അവിടുത്തെ തിരുമനസ് നെഞ്ചിലേറ്റി നടക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവ് സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും അത് നിറവേറ്റാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് സമയമാകുന്നതിനു മുമ്പ് പുത്രന്റെ രക്ഷാകര ഇടപെടലിന് വഴിയൊരുക്കിയവൾ. ഈ അർത്ഥത്തിലെല്ലാം പരിശുദ്ധ അമ്മ രക്ഷണീയ വ്യാപാരത്തിൽ പങ്കുചേർന്നത് നമ്മൾ കണ്ടു. ഇത് നമുക്ക് മാതൃകയുമാണ്. ഈ മാതൃകകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണം എന്ന രഹസ്യത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് അമ്മയോടൊപ്പം നമുക്കും സ്വർഗത്തിലേക്ക് മഹോന്നതങ്ങളിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.